ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത എന്നാൽ ഒരു ഡെന്റൽ സ്റ്റുഡൻറ് എന്ന രീതിയിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആസ് എ ഡെന്റൽ സ്റ്റുഡൻറ് ഞങ്ങൾക്ക് 2 കോളേജിലാണ് ക്ലാസ് ഉള്ളത്. മെയിൻലി ഡെന്റൽ കോളേജിലും അതേപോലെ മെഡിക്കൽ കോളേജിലും. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് ക്യാവിറ്റി പ്രിപ്പറേഷൻ, ക്യാവിറ്റി റിസ്റ്റോറേഷൻ, അങ്ങനെയൊക്കെ. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ 32 പല്ല് പഠിക്കാനാണോ ഈ 5.5 വർഷം എടുക്കുന്നതെന്ന്. ഒരു മൈക്രോ മോട്ടോറിൽ 4 പേര് വർക്ക് ചെയ്യണം. തുടക്കത്തിൽ ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മെഡിക്കൽ സബ്ജക്ട്സും ഡെന്റൽ സബ്ജക്ട്സും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഡെന്റൽ സ്റ്റുഡൻസിന് പ്രത്യേക കഴിവാണ്. ഈ ചില ഹെക്ടിക് ഡേയ്സ് ഒക്കെ ഇല്ലേ, ആ ഹെക്ടിക് ഡേയ്സിലൊക്കെ ഞങ്ങൾ വിചാരിക്കും എന്തിന് ഞങ്ങൾ ഈ കോഴ്സ് എടുത്തു എന്ന്. പക്ഷെ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ എഫേർട്ട് കാണുമ്പോൾ ഞങ്ങളുടെ അങ്ങ് ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും. ഒരു സെൻസിറ്റീവ്, ഹോം സിക്ക്, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നും. ഇല്ല, പക്ഷെ ആക്ച്വലി ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഈ എവല്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് എനിക്ക് സംഭവിക്കുന്നത്. നമ്മുടെ സെൽഫ് എസ്റ്റീമും നമ്മുടെ സെൻസിറ്റിവിറ്റിയും ഇതൊക്കെ നമുക്ക് കളയേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി, ഈ റിയലും റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിവിടെ പറയാനൊരു കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ പോകുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞത് എന്നെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തപ്പോഴാണ്. ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ കോഴ്സിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡിപ്രഷനും പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ നമ്മളെക്കാട്ടിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അറ്റ്ലീസ്റ്റ് വി ഹാവ് അവർ പാരൻസ് ടു സപ്പോർട്ട് us. അതാണ് ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. എൻ്റെ കറണ്ട് ലൈഫിനെ കുറിച്ചിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, സം പീപ്പിൾ മേ ലൈക്സ് യു, പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഒരു കോയിൻ എടുത്താൽ 2 സൈഡ് കാണത്തില്ലേ, അതിൽ നെക്സ്റ്റ് സൈഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ സൈഡ് കാണുമ്പോഴാണ് ആ കോയിൻ ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന സമ്പ്രദായമൊക്കെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ, പ്രത്യേകിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്. പിന്നെ ആലപ്പുഴ വയലും പാടവും മലയും പുഴയും ഇതൊക്കെ കോമൺ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ മൊത്തം തവളയാ. അതെ അതെ. കുറച്ച് വൈകി ഇറങ്ങിയതുകൊണ്ടും അതിൻ്റെ കൂടെ കുറച്ച് മഴയുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല, കാരണം ഒരു ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് ഡേ ആയിരുന്നു. ക്യാമറ കൂടെ വന്ന് 3 പഴങ്ങൾ പാമ്പുണ്ട്, സൂക്ഷിച്ചൊക്കെ കണക്കെ. എന്താടാ നിനക്കൊക്കെ അടി മേടിക്കല്ലേ. എന്റെ വീഡിയോ എടുത്തവരെ ഒരു തെണ്ടിലില്ലാത്തോണ്ട് വീരൻ മഞ്ഞിൽ ഇറങ്ങി നമ്മൾ നേരെ വൈബിലോട്ട്. സാന്ദ്ര, ഓ എവിടെ പോവാ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മാംഗോ ജ്യൂസ് എവിടെ? എവിടെയാടാ? കൊണ്ടൊരു ടീച്ചർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സാൻസ്ക്രിറ്റ് റെസിറ്റേഷൻ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. 2 ദിവസം കൊണ്ട് ഞാൻ കാണാതെ പഠിച്ച് 2 വരി ഞാൻ പാടി 3rd പ്രൈസ് വാങ്ങി. ഫസ്റ്റ് ഇയറിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇപ്രാവശ്യമുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ? ഫസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇയർ. ശരി, അതൊരു ഡിഫറൻസ്. ഫസ്റ്റ് ഇയർ ഞാൻ ഈ ഒരു കാര്യം ചെയ്തു, അത് എന്നെ ഭയങ്കര റിഗ്രറ്റ് ആയി പോയി. ബൈ.